കർത്താവിന്റെ മഹത്വം നിങ്ങൾക്ക് എല്ലാവർക്കും വന്ദനം. നമ്മൾ രണ്ട് പ്രധാന കാര്യങ്ങൾ ഈ വീഡിയോയിൽ നിന്ന് അനലൈസ് ചെയ്യാൻ പോവുകയാണ്. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ മേവർഗീസങ്ങൾ നൽകിയ ഒരു ടോക്കില് താൻ പറഞ്ഞിരിക്കുന്ന രണ്ട് പ്രധാന കാര്യങ്ങൾ നമ്മൾ ന്യൂ ടെസ്റ്റമെന്റിന്റെ ബേസിൽ എന്താണെന്ന് പരിശോധിക്കാൻ പോകുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് ആ വീഡിയോ ഒന്ന് കേൾക്കുവാനായിട്ട് ആവശ്യപ്പെടുന്നു. Especially the Pentecostals are the one who is talking more about the bloodline curses. Because all the sins or curses what we suffer today are basically from Adam. It's a bloodline curse. How many thousands of, how many hundreds of generations have already passed, still they are suffering. പെന്തക്കോസ്തൽ സമൂഹമാണ് ഏറ്റവും കൂടുതൽ ബ്ലഡ് ലൈൻ കഴ്സസിനെ കുറിച്ച് സംസാരിക്കുന്നതെന്നാണ് പ്രിയ ദേവദാസന്റെ സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ കാണുന്നത്. ശരിയായിരിക്കാം. ഈ ജനറേഷണൽ കഴ്സിനെ കുറിച്ചും ബ്ലഡ് ലൈൻ കഴ്സിനെ കുറിച്ചും ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് പെന്തക്കോസ്തുകാരാണ്. ഈ കത്തോലിക്ക, ഓർത്തഡോക്സ്, CSI മറ്റ് സഭകളിൽ നമുക്ക് കാണാൻ പറ്റാത്ത കാര്യം ഇവിടെ കാണാൻ പറ്റും. സോ ഇദ്ദേഹം പറയുന്ന സ്റ്റേറ്റ്മെന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം അതുകൊണ്ട് പെന്തക്കോസ്റ്റൽസ് പറയുന്ന ആ സംഭവം എന്താണെന്ന് ഞാൻ ഈ വീഡിയോ ഒരു നിങ്ങളുടെ ഇൻഫർമേഷന് വേണ്ടി മാത്രം എടുത്തതേ ഉള്ളൂ. വ്യക്തികളെ ആരെയും ഒന്നും പറയാനില്ല. വിത്ത് ഫുൾ റെസ്പെക്റ്റിൽ ഞാൻ സംസാരിക്കുകയാണ്. ബാക്കി കാര്യങ്ങൾ നിങ്ങൾ കേട്ടോട്ടെ ദയവായി. See, once a question was asked to me by a friend of mine, rather a member of this church, stating that according to the Bible, the curses will be counted upon a man for 5 generations, up to 5 generations. അതെ, ശാപങ്ങള് 3-4 തലമുറകൾ, 5 തലമുറയാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ ബൈബിളിൽ 4 തലമുറ വരെ കൈമാറുമെന്ന് വേദോസ്തത്തിൽ നമുക്ക് കാണാൻ പറ്റും. പ്രത്യേകിച്ച് പുറപ്പാട് പുസ്തകം 5-20 അധ്യായത്തിലാണ് ആദ്യമായിട്ട് ആ ഭാഗം കാണുന്നത്. സോ കഴ്സ് ഒരു 4 തലമുറ വരെ പിന്തുടരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. യാ, ദാറ്റ്സ് ഗുഡ്. But how many generations in the time of Adam? How many generations? Why the curses are not forgiven so far? Why the sins are not forgiven? വളരെ പ്രധാനപ്പെട്ട 1-2 ചോദ്യമാണ്. ആദം മുതൽ ഇന്ന് വരെ എത്ര തലമുറയുണ്ട്? എന്നിട്ട് എന്തുകൊണ്ട് ഇവരുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടില്ല? ശാപങ്ങൾ ക്ഷമിക്കപ്പെട്ടില്ല. ശാപങ്ങൾ ക്ഷമിക്കപ്പെടുകയില്ല എന്ന് പിൽക്കാല ശേഷം താൻ പറയുന്നുണ്ട്. നമുക്ക് അതിലേക്കും കൂടെ പോകാം. So far, you may say that yes, the sin is already forgiven. No, not at all. The curses are not forgiven. Let me say, the curses are not forgiven. Then what happened at the cross of Calvary when Jesus died, Master? See, on the cross of Calvary, very truly speaking, it is only your spirit is redeemed. It's a spiritual redemption, not the body. The body redemption is said to be the completion of salvation. And that is yet to take place at the second appearance of Christ or even later. ബ്യൂട്ടിഫുൾ. കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിൽ എപ്പോൾ എന്താ സംഭവിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നു പ്രിയപ്പെട്ട ബ്രദർ എബ്രഹാം വർഗീസ് തോന്നുന്നു ചോദിച്ചേക്കുന്നത്. അദ്ദേഹത്തെ മകൻ ചോദിക്കുക. അപ്പം അബ്സല്യൂട്ട് ട്രൂത്ത് പറയുന്നത് കുരിശിൽ വെച്ച് എന്താ, മനുഷ്യന്റെ ആത്മാവിന്റെ വീണ്ടെടുപ്പ് മാത്രമേ സാധ്യമായിട്ടുള്ളൂ. ശരീരത്തിന്റെ കംപ്ലീറ്റ് സാൽവേഷൻ സംഭവിച്ചിട്ടുള്ള യേശുവിന്റെ സെക്കൻഡ് കമയിൽ നടക്കുന്നത്. സോ വെരി 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 ഇമ്പോർട്ടൻറ്റ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് വി നീഡ് ടു അനലൈസ് ഇറ്റ് ത്രൂ ദ വേർഡ് ഓഫ് ഗോഡ്. ഓക്കെ, നമ്മുടെ ഈ വീഡിയോയിൽ നമ്മൾ ഇതാണ് പഠിക്കാൻ പോകുന്നത്. ദയവായിട്ട് തുടർന്ന് നിങ്ങൾ കേൾക്കുവാൻ കർത്താവിന്റെ നാമത്തിൽ ഓർമ്മിപ്പിക്കുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പോകേണ്ടത് വാട്ട് ഈസ് ജനറേഷണൽ കഴ്സ്. അപ്പം ഈ പൊതുവെ ഇപ്പം ഞാൻ പ്രിയപ്പെട്ട എൻ്റെ കയ്യിൽ കൃത്യമായ നിലയിൽ കിട്ടിയത് കൊണ്ട് മാത്രമാണ് ഞാൻ അതിൻ്റെ പ്രധാന പോയിന്റുകൾക്ക് വേണ്ടിയാണ് ആ വീഡിയോ എടുത്തത്. എനിക്ക് ആ സൗണ്ട് കേൾപ്പിക്കാൻ മാത്രം അറിയത്തില്ല. ഞാൻ അതുകൊണ്ട് ആ വീഡിയോ മാത്രം കാണിച്ചു. ദയവായിട്ട് അങ്ങനെ ചിന്തിക്കരുതെന്ന് ഓർമ്മിപ്പിക്കുന്നു. കാരണം ഇവരൊക്കെ നമുക്ക് ഏറ്റവും ബഹുമാനീയരായ ആളുകളാണ്. നാളെയും കണ്ടാൽ പ്രൈസ് ലോർഡ് എന്ന് പറയണം എന്ന ആഗ്രഹമുള്ള ആളുകളാണ്. പക്ഷെ ഇവർ പറയുന്ന പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെന്റിൽ ഇറ്റ്സ് വെരി വേൾഡ് വൈഡ്. ഇത് സാധാരണ ഒരു വ്യക്തികളിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ഇവര് എത്ര പെർഫെക്റ്റ് സത്യം പറഞ്ഞാലും അല്ലെങ്കിൽ എറർ പറഞ്ഞാലും അത് ഇറ്റ് വിൽ ഇമ്പാക്ട് എ ജനറേഷൻ. സോ വി നീഡ് ടു അനലൈസ് ദീസ് ഓൾ തിങ്സ് ഫ്രം ദ ബൈബിൾ. ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് നമ്മളത് അനലൈസ് ചെയ്യേണ്ടതായ സാഹചര്യമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഈ ജനറേഷണൽ കഴ്സ് ഇൻ ദ ഓൾഡ് കവനന്റ്, ഈ ഓൾഡ് കവനന്റിലെ ജനറേഷണൽ കഴ്സ് എന്തുവാണെന്ന് ജസ്റ്റ് നമ്മളൊന്ന് പരിശോധിക്കാൻ പോയി. ഇതൊരു സ്റ്റഡിക്ക് വേണ്ടിയുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ബൈബിൾ സ്റ്റഡി ആയിട്ട് തന്നെ കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുക. ആദ്യമായിട്ട് നമ്മൾ ഈ ശാപങ്ങൾ മറ്റ് തലമുറകളിലേക്ക് പിന്തുടരും എന്ന് നമ്മൾ കാണുന്നത് പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന് 5-ാമത്തെ വാക്യത്തിൽ. എന്താണ്? പിതാക്കന്മാരുടെ പാപം മക്കളുടെ മേലും മക്കളുടെ മക്കളുടെ മേലും 3-ാം തലമുറയിലും 4-ാം തലമുറ വരെയും സന്ദർശിക്കും. ആരുടെ?
പിതാക്കന്മാരുടെ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് 1000 തലമുറ ദയ കാണിക്കും. ദൈവത്തെ വെറുക്കുന്നവരെ 4ാമത്തെ തലമുറ വരെ സന്ദർശിക്കും. ഇത് നമ്മൾ ആദ്യമായിട്ട് ന്യായപ്രമാണം കൊടുക്കുമ്പോൾ 10 കൽപ്പനയോടുള്ള ബന്ധത്തിൽ ഞാനല്ലാതെ അന്യ ദൈവം നിനക്കുണ്ടാകരുത് എന്ന് പറയുന്ന ആ പ്രസ്താവനയിൽ ആ ഒരു കൽപ്പനയോട് ബന്ധപ്പെട്ടാണ് നമുക്ക് ഈ ശാപത്തെ കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, ഇനി ഇത് നമ്മൾ റബ്ബിമാരുടെ, നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചോണം. നിങ്ങൾക്ക് ഇത് സംശയം, ഞാൻ ഈ പറയുന്നതെല്ലാം യൂട്യൂബിലല്ല, നെറ്റിൽ അവൈലബിൾ ആണ്. പ്രത്യേകിച്ച് ഇന്റർനെറ്റിൽ നമുക്ക് ഇതുപോലുള്ള റിസോഴ്സസ് ധാരാളമായിട്ട് ലഭ്യമാകും. ഞാൻ ഈ പറഞ്ഞത് അങ്ങനെ തന്നെയാണോ എന്ന് ദൈവവചനത്തിൽ നിന്ന് പരിശോധിക്കുക. എനിക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കി തരാൻ വേണ്ടി ഈ വേദോത്സവവുമായി ബന്ധപ്പെട്ട ആളുകൾ പറഞ്ഞതും കൂടെ നമുക്ക് ആ അണ്ടർസ്റ്റാൻഡിങ് കൂടെ വന്നിട്ട് വേണം നമുക്ക് ഈ തിരുവെഴുത്തുകളെ മനസ്സിലാക്കാനായിട്ട്. കാരണം ഇത് ഈ ബൈബിളിന്റെ കസ്റ്റോഡിയൻസ് എന്ന് പറയുന്നത് എബ്രായരായിരുന്നു. അപ്പൊ എബ്രായർ എന്താണ് ഇതുമായിട്ട് പറഞ്ഞതെന്ന് നമ്മൾ ആദ്യമായിട്ടൊന്ന് മനസ്സിലാക്കും. സോ ഇതില് റബനിക്കൽ ടീച്ചിങ്സിനകത്ത് അവർ പറഞ്ഞ കഴ്സസ് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ മാജിക്കൽ. നമ്മളെല്ലാവരും പഠിച്ചിട്ടുണ്ടല്ലോ, തലമുറയോ ആയിട്ട് ശാപങ്ങൾ വരുന്നു, ഇങ്ങനെ 100 കണക്കിന് തലമുറയായി ശാപം പോകുന്നു, ശാപം എന്താ മാറാത്തത്, എന്താണ് പാപം എന്താ മാറാത്തതെന്നൊക്കെയുള്ള ധാരാളം പഠനങ്ങളുണ്ട്. ഇറ്റ്സ് വെരി വെരി പോപ്പുലർ. പക്ഷെ അക്സെപ്റ്റബിൾ ആണ്. ഇത് കേൾക്കാൻ 1000 ഓടിക്കൂടുന്നുണ്ട്. ഇവര് ഈ ജനത ഒന്നും തന്നെ വേദോസം വായിക്കുന്നവരോ പഠിക്കുന്നവരോ അല്ല. ഒന്നാമത്തെ കാര്യം, വേദപുസ്തകം പഠിപ്പിക്കുന്നവരെ ഇവർ സഭകളിൽ കേട്ടത്തില്ല. ഇവരുടെ അപ്പച്ചൻ പഠിപ്പിച്ചതും വല്യപ്പച്ചൻ പഠിപ്പിച്ചതും പരമ്പരാഗതമായി പഠിച്ചു വന്ന കാര്യങ്ങൾ മാത്രം പറയുന്ന ആ വ്യക്തിയോടല്ല ഒരേ കാര്യങ്ങൾ തന്നെ തുടർന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ സംഘടനയ്ക്കകത്തുള്ള സത്യം പറയുന്നവർക്ക് മാത്രമേ അവരുടെ സഭകളിൽ പ്രവേശനം. ശരിയാ, അത് അവരുടെ സംഘടനയിൽ പ്രവേശനമുള്ളൂ. പക്ഷെ വിശുദ്ധ സഭ ആരുടെയും സംഘടന അല്ലാത്തതുകൊണ്ടും ഏതോ അപ്പൂപ്പൻ പഠിപ്പിച്ച കാര്യം തുടർന്ന് പഠിപ്പിക്കേണ്ട ഗതികേടിലും അല്ല ദൈവത്തിന്റെ സഭ എന്ന് ആദ്യം ഞാൻ ഓർമ്മിപ്പിക്കുക. അതുകൊണ്ട് ഈ ഒരു മീഡിയ കേൾക്കാൻ ചെവിയുള്ളവരോട് സംസാരിക്കുക. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞൊന്നും നിങ്ങളെടുത്ത് ഇരുമ്പലൊക്കെ പോലെ വിഴുങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. അത് അങ്ങനെ തന്നെയോ എന്ന് പരിശോധിക്കുക. ബിക്കോസ് ഞാൻ ഒരു ബെറിയനാണ്. ഐ എം എ ബെറോവക്കാരൻ. അതങ്ങനെ തന്നെ. ഇപ്പൊ ആരെന്ത് പറഞ്ഞാലും ഞാൻ അത് അങ്ങനെ തന്നെയോ എന്ന് ശോധന ചെയ്യും. ആരെയും ഞാൻ എതിർക്കത്തില്ല. ആരെയും എതിർക്കാൻ വ്യക്തിപരമായിട്ട് ആരോടും യുദ്ധത്തിനില്ല. പക്ഷെ വേദപുസ്തകത്തിൽ അങ്ങനെ ഉണ്ടോ എന്ന് ചോദനയുടെ അവകാശം എനിക്കോട്. ചില ചോദിക്കാറുണ്ട്, നിങ്ങൾ എന്തിനാ ഇത് വിമർശനമല്ല. ആദ്യം വിവരത്തോടെ കേൾക്ക്. ഇത് വിമർശനം എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്നത് ശരിയല്ല, അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുകയും വ്യക്തിഹത്യ ചെയ്യുകയും ആക്ഷേപിക്കുകയും ഒക്കെ ചെയ്യുന്നതിന്റെ പേരാണ് വിമർശനം. വിമർശനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലാത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ ഞാൻ പറയാത്തൊരു കാര്യം അദ്ദേഹം പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഞാൻ അദ്ദേഹത്തെ വിമർശിക്കുകയാണ്. പക്ഷെ ഞാൻ അതുമായിട്ട് അങ്ങനെയല്ല പോകുന്നത്. ഐ എം ജസ്റ്റ് സ്റ്റാൻഡിങ് ഓൺ ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ വചനം എന്ത് പറയുന്നുണ്ടോ ആ വചനത്തിനകത്ത് കറക്റ്റായിട്ട് പോകും. അപ്പം എന്തെങ്കിലും വിമർശനങ്ങൾ ആർക്കെങ്കിലും വരുന്നെങ്കിൽ അത് എൻ്റെ ഭാഗത്ത് നല്ലായിരിക്കും, ബൈബിളിന്റെ ഭാഗത്ത് നിന്നായിരിക്കും. എനിക്ക് ആരോടും വിമർശനം. ഇനി യേശു കുരിശിൽ മരിച്ചിട്ടില്ലെന്ന് പറഞ്ഞാൽ പോലും എനിക്ക് നിങ്ങളോട് വിമർശനമില്ല. പക്ഷെ വേദോസം അങ്ങനെ പറയുന്നതുകൊണ്ട് വേദപുസ്തകം നിങ്ങൾക്ക് വിമർശനമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, അല്ലാതെ ഞാനില്ല. ഇപ്പൊ റബനീസ് എങ്ങനെയാണ്, റബികൾ എന്താ പറയുന്നത് നോക്കണം. തൽമൂദിൽ മഖോത്ത് എന്ന് പറയുന്ന ആ ഭാഗത്ത് അല്ലെങ്കിൽ ചാപ്റ്ററിൽ അല്ലെങ്കിൽ ആ ഡിവിഷനിൽ ഇങ്ങനെയാ പറയുന്നത്, എ സൺ ഡസ് നോട്ട് ഡൈ ഫോർ ദ ഫാദർ അൺലെസ് ഹി ഹോൾഡ്സ് ടു ദ ഫാദേഴ്സ് ഡീഡ്സ്. ശ്രദ്ധിച്ചു കേൾക്കണം. അപ്പൻ എന്തോ ഒരു പിഴ കാണിച്ചെന്ന് വെച്ചോണ്ട് അത് മക്കളുടെ മേൽ ഇങ്ങനെ തുടർന്ന് അടിച്ചുകൊണ്ടിരിക്കത്തില്ല ദൈവം. അപ്പൻ ചെയ്തതിന് മക്കളിൽ വരണമെങ്കിൽ അപ്പന്റെ പാപത്തെ അവർ ഹോൾഡ് ചെയ്യുകയും ആ പ്രവൃത്തിയെ തുടരുകയും ചെയ്താൽ മാത്രമേ അത് മക്കളിലേക്ക് ശാപമായി മാറത്തു. ശ്രദ്ധിക്കണേ, ഈ നമ്മുടെ പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിനകത്ത് എന്താണോ കൊടുത്ത കൽപ്പന അതിന്റെ വിശദീകരണമാണ്. അല്ലാതെ അപ്പൻ ഏതോ ഒരു തെറ്റ് ചെയ്തു 10 തലമുറ ഇങ്ങനെ അങ്ങനെ പോകത്തില്ല. അത് നമ്മുടെ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന അറിവുകളാണ്. എന്നാൽ അതുപോലെ തന്നെ ഇതാണ് ആക്ച്വലി ഞാൻ ഈ പറഞ്ഞ തൽമൂദിലെ ഈ പദമാണ്. ഇറ്റ് ഈസ് എ ഫൗണ്ടേഷണൽ ഓഫ് ദ റബനിക്കൽ റൂൾ. ജനറേഷണൽ കഴ്സിനെ സംബന്ധിച്ച് ഇറ്റ്സ് എ ഫണ്ടമെന്റൽ. മിഡ്രാഷ് റബ, അതായത് റബിമാരുടെ റബ പറയുന്നത് ഷെമോത്ത് 32-ൽ പറയുന്നത് ഇങ്ങനെയാണ്: ഗോഡ് ഡസ് നോട്ട് പണിഷ് ചിൽഡ്രൻ who turn away from the sins of the fathers. പിതാക്കന്മാരുടെ പാപത്തിൽ നിന്ന് തിരിയുന്ന മാനസാന്തരപ്പെടുന്ന കുഞ്ഞുങ്ങളുടെ ദൈവം ശിക്ഷിക്കത്തില്ല.
മനസ്സിലാകുന്നുണ്ടോ? ആ ദേവദാസൻ പറഞ്ഞത് അറിയാം, ബ്ലഡ് ലൈൻ കഴ്സസ്. പെന്തിക്കോസ് ആനമണ്ടത്തരങ്ങൾ എന്തെല്ലാം പഠിപ്പിക്കാറുണ്ട്. പെന്തക്കോസിനകത്ത് ഉപദേശങ്ങളിൽ നല്ല സിംഹഭാവവും പൊട്ടത്തരം. അപ്പൊ അതിനകത്ത് ഏറ്റവും വലിയൊരു പൊട്ടത്തരമാണ് ഈ ബ്ലഡ് ലൈനിലൂടെ ഇങ്ങനെ ശാപം പോകുന്നു. കാരണം ഇവരെല്ലാം ധരിച്ചിരിക്കുന്നത് ഈ പാപവും ശാപവും എല്ലാം കൂടി ഈ രക്തത്തിൽ കൂടെ ഒഴുകുകയാണ്. രക്തത്തിലൂടെ ചുമന്ന രക്താണുവും വെളുത്ത രക്താണുവും പിന്നെ പ്രോട്ടീനും ഇതൊക്കെയാണ് ഓടുന്നത്, വൈറ്റമിൻസ് ഒക്കെ ഓടുന്നുണ്ട്. അല്ലാതെ നമ്മളെന്ന് പറയുന്ന ഒരു പാപവും ഒരു ശാപവും ഒരു രക്തത്തിലൂടെയും മറ്റൊരു രക്തത്തിലേക്ക് വരുന്നില്ല. ശ്രദ്ധിക്കണം. ഇവൻ പാപം പോലും ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക്, കുഞ്ഞുങ്ങളിലേക്ക് പകരപ്പെടുന്നില്ല. അതിന് ബൈബിളിൽ ഒരു വാക്യം നിങ്ങൾ നോക്കിയോ, റോമർക്ക് എഴുതിയ ലേഖനം 5-ാമത്തെ അധ്യായം അതിന്റെ 12. അതുകൊണ്ട് ഏകമനുഷ്യ പാപവും പാപത്താൽ മരണവും ലോകത്തിലേക്ക് കടന്നു എൻ്റർ ചെയ്തു. മനസ്സിലായ? ഒരു മനുഷ്യൻ മുഖാന്തരം പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു, വേൾഡിലേക്ക് എൻ്റർ ചെയ്തു. ഏത് വേൾഡ്? കവനന്റ് വേൾഡ് ആകട്ടോ, അല്ലാതെ ഈ പ്ലാനറ്റ് എർത്ത് അല്ല. ഇതിനെക്കുറിച്ച് ഞാൻ കൃത്യമായ നിലയിൽ അടുത്ത ക്ലാസ്സുകളിൽ വിശദീകരിക്കുന്നുണ്ട്. ഇങ്ങനെ എല്ലാവരും ആദാമിൽ ജനിച്ചത് കൊണ്ട് പാപിയായെന്നല്ല, ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ. ഈ ജനറേഷണൽ കഴ്സ് എന്ന് പറഞ്ഞ ജനറേഷണൽ കഴ്സ്, ഒറിജിൻ സിന്ന്, ജന്മപാപം എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന ആളുകൾ ഈ വാക്യം ഒന്ന് വായിച്ചു നോക്കി. എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. എല്ലാവരും പാപം ചെയ്യുകയാൽ. അപ്പം ആദമ് മരണത്തെയും പാപത്തെയും ഭൂമിയിലേക്ക് എൻട്രി ചെയ്യിപ്പിച്ചു. അന്ന് മുതൽ അദ്ദേഹത്തിൽ പിറന്നു വീഴുന്ന എല്ലാ ജനറേഷൻസിനും എന്ത് ചെയ്യാൻ പറ്റുന്നു? പാപം ചെയ്ത് ദൈവത്തിന്റെ മുൻപിൽ തെറ്റ് ചെയ്ത് ട്രാൻസ്ഗ്രഷൻ ചെയ്ത് ഇങ്ങനെ സകല മനുഷ്യരിൽ എന്തായി? മരണം പടർന്നിരിക്കുന്നു. അതിന്റെ അർത്ഥം ഒരാൾ ചെയ്ത പാപം കൊണ്ട് എല്ലാവരും പാപിയായെന്നല്ല, ഒരാൾ ചെയ്ത പാപത്തിന്റെ മരണം എല്ലാവരിലും വന്നു എന്നല്ല, ഓരോരുത്തരിലും മരണം വന്നത് ഓരോരുത്തരുടെ പാപം കൊണ്ടാണ്. അത് ഈ ബേസിക് അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണം. ഇതാണ് ആദ്യമായി നമ്മൾ അറിയേണ്ടത്. ഓക്കെ, അടുത്തത് റാഷി. നിങ്ങൾക്കറിയാം റാഷിയുടെ കമന്ററീസ് ഉണ്ട്. റാഷി പറയുന്നത് ഇങ്ങനെയാണ്: only when the children continue cling to hold on to the deeds of the fathers. ഈ ജനറേഷണൽ കേഴ്സ് വരാൻ സാധ്യത എന്താണ്? മക്കൾ പിതാക്കന്മാരുടെ പാപത്തോട് ചേർന്ന് പറ്റിപ്പിടിച്ചിരിക്കുക, ഹോൾഡ് ചെയ്യുക. ആ പ്രവൃത്തിയെ പിന്തുടർന്നാൽ മാത്രമാണ് പരമ്പരാഗത ശാപം തലമുറയിൽ നിന്ന് തലമുറയിലേക്ക് വരികയുള്ളൂ. അതായത് ന്യായപ്രമാണത്തിൽ പറയുന്ന ജനറേഷണൽ കഴ്സ് ഇസ് നോട്ട് ഓട്ടോമാറ്റിക്. ഇത് എഴുതി വെക്കണം നിങ്ങൾ ഇവിടെ. ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ശാപത്തിന്റെ ലക്ഷണങ്ങളുള്ളവരുണ്ടായിരിക്കും. ഉണ്ടല്ലോ, ഒരുപാട് ലക്ഷണങ്ങളുണ്ട് പാപത്തിന്. അല്ലെ, ബെനീറ്റ ഫ്രാൻസിനോട് ചോദിച്ചാൽ പറയും കാപ്പി കുടിക്കുന്നത് പാപം, ചായ കുടിക്കുന്നത് പാപം, പഞ്ചസാര ഇടുന്നത് പാപം, ഭർത്താവിൻ്റെ കൂടെ പോയി കിടന്ന് ഉറങ്ങുന്നത് പാപം, ഇങ്ങനെ തല തുടയ്ക്കാതിരിക്കുന്നത് പാപം, മൂക്ക് ചീറ്റുന്നത് പാപം. അത് ഒരു വേറൊരു സാധനമാണ്. അങ്ങോട്ട് പോയ പാപം, ഇങ്ങോട്ട് പോയ പാപം, ശാപം 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 ശാപം. ബ്രേക്ക്. ഇതൊക്കെ ചോദിക്കാനും പറയാനും ആളില്ലാത്തത് കൊണ്ടും സ്വന്തം കൊട്ടാരത്തിൽ നിന്ന് എന്തും പറയാൻ പറ്റുന്നത് കൊണ്ടും എന്ത് പറഞ്ഞാലും കൊരവിടാൻ കുറെ മന്ദബുദ്ധികൾ, കുറെ മൊണ്ണകളുള്ളത് കൊണ്ടും ഈ ബെനിറ്റ ഫ്രാൻസിസിനെ പോലെയുള്ള ആളുകൾ ഇന്ന് അങ്ങ് രാജാവായിട്ട് അങ്ങ് വാഴുക. ശാപത്തിന്റെ ലക്ഷണം കൂടെ വരുന്ന പനി, നിരന്തരമായി നിലനിൽക്കുന്ന രോഗങ്ങൾ. അങ്ങനെയാണെങ്കിൽ എല്ലാ ഷുഗർ രോഗികളും ശാപത്തിലാണ്, എല്ലാ പ്രഷർ രോഗികളും ശാപത്തിലാണ്. കാരണം ഈ ഷുഗർ ഒന്നും വന്നാൽ പോകത്തില്ല. എങ്കിൽ നമുക്ക് ബ്രേക്ക് ചെയ്താലോ? ഒറ്റ ബ്രേക്ക്. സോ ഈ ബെനിറ്റ ഫ്രാൻസിസ് എന്ന് പറയുന്ന അവരുടെ ബ്രേക്കിംഗ് കഴ്സ് എന്ന് പറഞ്ഞ പുസ്തകം വായിക്കണം. ചിരിച്ച് നമ്മുടെ ഇടപാട് തരും. കാരണം ഇവരൊന്നും വേദോസവുമായിട്ടൊന്നും ബന്ധമില്ലെന്നേ. ഇവർ സ്വന്തമായിട്ടൊരു ഉപദേശം സ്ഥാപിക്കാൻ വേണ്ടി വേദോസം എടുക്കുന്നവരാണ്. ഞാൻ അതിനു വേണ്ടി എടുക്കുന്ന ആളല്ല. എനിക്കൊരു ഉപദേശം സ്ഥാപിക്കാൻ ഞാൻ ബൈബിൾ എടുത്തിട്ട് ഉപദേശം അതിനകത്ത് മനസ്സിലാക്കത്തുള്ളൂ. അപ്പൊ ഇത് നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കേണ്ടത്, ഇത് ഓട്ടോമാറ്റിക് അല്ല. ഇത് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും മാതാപിതാക്കൾ നിങ്ങളുടെ ജീവിതത്തിൽ 1000 പിഴ വന്നു കാണും. നിങ്ങളുടെ തലമുറയോട് ദൈവം ചോദിക്കത്തില്ല. അങ്ങനെ ചോദിക്കുന്ന ദൈവത്തെ കളഞ്ഞിട്ട് പോകുന്നേ നല്ലത്. അതൊരു മരമണ്ടൻ ദൈവമായിരിക്കും.
മരമണ്ടൻ ദൈവം, ഏതൊരു വൃത്തികെട്ട ദൈവം. എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ ഒരു 33 കോടി ദേവന്മാരിൽ പോലും ഇതൊരു ചോദിക്കത്തില്ല. ഒരു ബോധവും പൊക്കണവും ഇല്ലാത്തൊരു ദൈവം. ഏതോ അപ്പൻ്റെ തെറ്റ് ചെയ്തു. ബൈബിളിൽ തന്നെ എഴുതിയിരിക്കുന്നു, അപ്പൻ പച്ചമുന്തിരിങ്ങ എന്ന മക്കളുടെ പല്ല് പുളിക്കത്തില്ലെന്ന്. എസെക്കിയേൽ പ്രവചനം 18-ാം അധ്യായം ഫുള്ള് വായിച്ചു നോക്കാം. അവിടെ അപ്പൻ തെറ്റിയുകൊണ്ട് മക്കൾ മരിക്കണ്ട എന്ന് കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു. ഓക്കെ, ഇനി റബനിക്കലി ഒന്ന് ഇത് ആട്ടോമാറ്റിക്, രണ്ടത് മാജിക്കൽ അല്ല, ചുമ്മാതെ ഇങ്ങനെ പറന്നിങ്ങി വരിക, അങ്ങനെയൊന്നും വരുന്നത്. 3, ഇറ്റ് ഈസ് നോട്ട് ഹെറിഡിറ്ററി. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഇത് ഹെറിഡിറ്ററി അല്ല. എൻ്റെ കയ്യിൽ ജനറേഷണൽ കേഴ്സ് എന്നൊരു പുസ്തകം ഇരിപ്പുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, മെർലിൻ ഹിക്കയുടെ പുസ്തകമുണ്ട്. അതിനകത്ത് ഇവർ എഴുതി വെച്ചിരിക്കുന്നത് എന്താണ്? ഇത് ഹെറിഡിറ്ററി ആണ്, 10 തലമുറ വരെ പോകും. നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്? ഈ വേദോസ് തിരിച്ച് പണ്ട് ഞാനിത് പറയുമ്പോൾ ഞാൻ സ്ത്രീ വിരോധിയാണെന്ന് പറഞ്ഞ് ഞാൻ ബൈബിളിലെ വിശ്വസിക്കുന്ന ആളാണ് കേട്ടോ. ഞാൻ സ്ത്രീയെ വചനം പഠിപ്പിക്കാൻ അനുവദിക്കുന്നില്ല എന്ന് പൗലോസ് പറഞ്ഞായിരുന്നു. എന്താണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായി. fill in the blanks with suitable words. ഇത്രേ ഉള്ളൂ. ഒന്നുകൂടെ പറഞ്ഞ, ജനറേഷണൽ കഴ്സ് എന്ന് പറഞ്ഞാൽ the children repeats the same rebellion, same sin, same deeds of the fathers. അവർക്കും ഉടമ്പടി പ്രകാരമുള്ള ജഡ്ജ്മെന്റ് ഉണ്ടാവും. It's based on their deeds. ഓക്കെ, എന്തുകൊണ്ട് പ്രധാനപ്പെട്ട പോയിന്റ് ഞാൻ പറയാൻ മതി. എന്തുകൊണ്ട് why did the curse exist in old covenant continues your generation? എന്തുകൊണ്ട് പഴയ നിയമത്തിൽ ശാപങ്ങൾ പരമ്പരാഗതമായി നിലനിന്നിരുന്നു? റബനിക്കൽ റീസൺ, ബിബ്ലിക്കൽ അണ്ടർസ്റ്റാൻഡിങ്. ഫസ്റ്റ് ഓഫ് ഓൾ അണ്ടർസ്റ്റാൻഡ് എബ്രായിക് അണ്ടർസ്റ്റാൻഡിങ്. ഇസ്രായേൽ വാസ് എ കോർപ്പറേറ്റ് കവനന്റ് ബോഡി. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് എഴുതി വെക്കണം. ഇസ്രായേൽ എന്ന് പറയുന്നത് ഒരു ദമ്പതിയുടെ ശരീരമാണ്. നമ്മൾ നേരത്തെ കേട്ട വീഡിയോ പറഞ്ഞിട്ടില്ലേ, കർത്താവ് നമ്മുടെ ആത്മാവിന് വേണ്ടി മാത്രമാണ് ജീവൻ കൊടുത്തത്. നമ്മുടെ ഇത് ഈ ടീച്ചിങ്സ് ബൈബിളിന്റെ ടീച്ചിങ്സ് അല്ല. യേശുക്രിസ്തു മരിച്ചപ്പോൾ നമ്മുടെ ആത്മാവിന്റെ മാത്രമാണ് വീണ്ടെടുപ്പ് നടന്നതെന്ന് നമ്മൾ പറയുന്നത് വേദപുസ്തകത്തിന്റെ ഉപദേശമല്ല, അത് ഗ്രീക്ക് ഫിലോസഫിയിൽ നിന്ന് ക്രിസ്തീയ സഭയിൽ കടന്നുകൂടിയ 1-ാം നൂറ്റാണ്ടിലെ ജ്ഞാനവാദത്തിന്റെ അവശിഷ്ടം. കാരണം ജ്ഞാനവാദികളാണ് സോൾ സ്പിരിറ്റിനെ സെപ്പറേറ്റ് ചെയ്യുന്നത്. എബ്രായനെ സംബന്ധിച്ചിടത്തോളം ദേഹം, ദേഹി, ആത്മാവ് എന്ന് പറയുന്നത് ഒറ്റ ബോഡിയിലാണ്. അല്ല, ദേഹത്തിനൊന്ന്, ദേഹിക്കൊന്ന്, ആത്മാവിനൊന്നെന്നുള്ള പിരിച്ചു പറയുന്ന കാര്യപരിപാടി ജൂവിന്റെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഇല്ല, എബ്രായിക് അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഇല്ല. ദയവായിട്ട് അത് മനസ്സിലാക്കണം. ആത്മാവിനൊരിക്കൽ സോൾ ഇത് കിട്ടി, പിന്നെ കുറച്ച് കാലം കഴിയുമ്പോൾ സോളിന് ദൈവം വിടുതൽ കൊടുക്കുന്നു, പിന്നെ ശരീരം വീണ്ടെടുക്കും. ഇത് നമ്മുടെ അണ്ണന്മാർ കുറെ വർഷങ്ങളായി പഠിപ്പിക്കുന്നതാണ്. ആത്മാവ് വീണ്ടെടുക്കപ്പെട്ടു, ഇനിയും പറഞ്ഞ സോൾ ഇങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ വീണ്ടെടുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, ശരീരം ഒരു ദിവസം വീണ്ടെടുക്കപ്പെടും. ഈ ശരീരം എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും വിചാരിക്കുന്നത് അസ്ഥിയും മാംസവും രക്തവുമുള്ള ത്വക്കുള്ള നമ്മുടെ ഈ ശരീരമാണ്. അല്ല, ബൈബിളിനകത്ത് ബോഡി എന്ന് പറയുമ്പോൾ അറിയേണ്ട ട്രൂത്ത്, ഇറ്റ് ഈസ് എ കവനന്റ് ബോഡി. ഇസ്രായേൽ മക്കൾ ചെങ്കടൽ കടന്ന് മോശയോട് ചേർന്നു. അവർ മേഘത്തിന് കീഴിലായിരുന്നു. വെള്ളത്തിലൂടെയും മേഘത്തിലൂടെയും സ്നാനമേറ്റു. മോശയുടെ ശരീരമായി മാറി. അങ്ങനെ അർത്ഥം, അന്നു മുതൽ ദൈവത്തിന്റെ ജനത ഒറ്റ ബോഡി. കാരണം ഒറ്റ ബോഡിയായി വരുമ്പോൾ മോസസ് ബിക്കെയിം ദ ഹെഡ് ഓഫ് ദാറ്റ് ബോഡി. ഇത് മനസ്സിലാക്ക, തലേ കയറട്ടെ. ഇതൊക്കെ പഠിക്കാൻ വേണ്ടി ആൽബർട്ട് ഐൻസ്റ്റീന്റെ തലബുദ്ധിയൊന്നും വേണ്ട, നമുക്ക് ഹൃദയം ഒന്ന് തുറന്നാൽ മതി. അന്ന് മുതൽ ഓൾഡ് കവനന്റ് ഇസ്രായേലിന്റെ തലയായി മോശ മാറി. മോസസ് വാസ് ദ ഹെഡ് ഓഫ് ദാറ്റ് ബോഡി, ഇസ്രായേൽ വാസ് ദ ബോഡി ഓഫ് ദാറ്റ് മോസസ്. ആ മോശയുടെ ശരീരമായിട്ട് ഇസ്രായേൽ മാറി. ഓക്കെ, അപ്പൊ എന്തുകൊണ്ട് ശാപങ്ങൾ പിന്തുടരുന്നു എന്ന് പറഞ്ഞാൽ ഇതൊരൊറ്റ ബോഡിയാണ്. ഇതൊരു ബോഡിയാണ്, ഒരു ഐഡന്റിറ്റിയാണ്, ഒറ്റ ഐഡന്റിറ്റി. ഇസ്രായേൽ ഒറ്റ ഐഡന്റിറ്റിയാണ്. 3, ഒറ്റ നാഷണൽ ലൈഫാണ്. 4-മത്തെ ഒരു പ്രധാന പ്രത്യേകത കൂടെ, ഈ കവനന്റ് മൂവ് ചെയ്യുന്നത് ഫ്രം എന്തോ പറയുന്നേ, ഒരു ജഡപ്രകാരമുള്ള നാച്ചുറൽ ബർത്തിലൂടെയാണ്. എല്ലാവരും ശ്രദ്ധിക്കണം.
പഴയ നിയമത്തിൽ എന്തുകൊണ്ട് ജനറേഷണൽ കഴ്സ് എന്ന് പറയുന്ന സംഭവം വന്നു എന്ന് പറഞ്ഞാൽ, അപ്പൻ, മക്കൾ, മക്കളുടെ മക്കൾ, മക്കളുടെ മക്കൾ, മക്കളുടെ മക്കൾ, ഇങ്ങനെ അബ്രഹാമിന്റെ പരമ്പരയിൽ ഒരു കുടുംബമാണ് ആദാം മുതൽ ആരംഭിക്കുന്നത്. ആദാമാണ് ഇസ്രായേലിന്റെ ഫെഡറൽ ഹെഡ്. ഇത് നിങ്ങളുടെ തലയിൽ കയറ്റിക്കോണം. അല്ലാതെ ഭൂലോകത്തിലെ ആദ്യത്തെ മനുഷ്യൻ ആദാമല്ല. നിങ്ങളും ഞാനും ആദാമുമായി ഒരു ബന്ധവും ഇല്ല. ആദാമിന്റെ പഴം തീറ്റിയിൽ എന്നെ തൊടേണ്ട ആവശ്യം ദൈവത്തിനില്ല. ആദാമിന്റെ പഴം തിന്നത് കൊണ്ട് കർത്താവായ യേശുവാണ് അവസാനത്തെ ആദാമായിട്ട് വന്ന് ആ പഴം തീറ്റി പ്രോബ്ലം തീർത്തു. ഇതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക. ആദാമിൽ ആരംഭിച്ച പ്രോബ്ലം ഒടുക്കത്തെ ആദാമിൽ അവസാനം. അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിനെ ഒടുക്കത്തെ ആദാം എന്ന് വിളിക്കുന്നത്. ആ ഒടുക്കത്തെ ആദാമിന്റെ കാൽവറിയിലെ പ്രവൃത്തി കൊണ്ട് ഒന്നാമത്തെ ആദാമിലൂടെ വന്ന മുഴുവൻ ട്രാൻസ്ഗ്രഷൻസും അവസാനിച്ചു. നിങ്ങളും ഞാനും ആദാമ്യ വംശത്തിലുള്ളവർ അല്ല. ആദാമ്യ വംശത്തിന്റെ അവസാനം ക്രിസ്തുവാണ്. ക്രിസ്തുവിന് ശേഷം ക്രിസ്തുവിന്റെ വംശത്തിലുള്ളവരാണ് നമ്മൾ. നമ്മുടെ ഫെഡറൽ ഹെഡ് ആദമല്ല. നമ്മുടെ ഫെഡറൽ ഹെഡ് കർത്താവാണ്. ക്രിസ്തു എന്ന തലയുടെ ഉടലാണ് നമ്മൾ. അപ്പൊ ഓൾഡ് ടെസ്റ്റമെന്റ് പോകുന്നത് ഇറ്റ് ഇസ് നോട്ട് ത്രൂ കൺവേർഷൻ, ഇറ്റ് ഇസ് ത്രൂ ചൈൽഡ് ബർത്ത്. അതുകൊണ്ടാണ് ഞാൻ എങ്ങനെ പറഞ്ഞു തരണ്ടേ, ആ ഹൗവായിക്ക് കൊടുത്ത ശാപം എന്താ? ശാപം എന്ന് പറയുന്നത് അത് ആദാമിനെ ദൈവം ശപിച്ചിട്ടില്ല, ഹൗവയെ ദൈവം ശപിച്ചിട്ടില്ല. ദൈവം രണ്ട് കാര്യത്തെ ശപിച്ചിട്ടുള്ളൂ. ഒന്ന് പാമ്പിനെ ശപിച്ചു, രണ്ട് ഭൂമിയെ ശപിച്ചു. നിങ്ങൾ ബൈബിൾ വായിച്ചു നോക്ക്. ചുമ്മാ ചലബല കലബല എന്ന് പത്രം വായിക്കുന്നവരെ വായിക്കാതെ. ഒന്ന് ആദാമിനെ ശപിച്ചിട്ടില്ല. ഹൗവയുടെ എന്താ പറഞ്ഞത്? നിനക്ക് കഷ്ടവും ഗർഭധാരണവും വർദ്ധിപ്പിക്കും. എന്തിനാ അവൾ ഗർഭധാരണവും വർദ്ധിപ്പിക്കും, വേദനയോടെ മക്കളെ പ്രസവിക്കുന്നു പറഞ്ഞതിന്റെ അർത്ഥം? ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അതിന്റെ രഹസ്യം? ഒരു സ്ത്രീയോട് നീ പ്രസവിക്കുമെന്ന് പറയുന്നതാണോ ലോകത്ത് ഏറ്റവും വലിയ തെറ്റ്? പിന്നെ അവൾ പ്രസവിക്കാവുന്ന മച്ചിയായിട്ടിരിക്കണം. പിന്നെ പ്രസവിക്കുമ്പോൾ അവൾക്ക് വേദന ഉണ്ടാകുമെന്ന് പറഞ്ഞ ലോകത്ത് ഏറ്റവും വലിയ സംഭവമാണോ? ലോകത്തിലെ എല്ലാ സ്ത്രീകളും അല്ല, എല്ലാ ഫീമെയിലും പ്രസവിക്കുമ്പോൾ വേദനിക്കും. അല്ലെങ്കിൽ പിന്നെ വായുവിനെ പ്രസവിക്കേണ്ടി വരും, വേദനിക്കും. അപ്പൊ മനസ്സിലാക്കേണ്ട ട്രൂത്ത്, അത് ദൈവത്തിന്റെ ഓൾഡ് കവനന്റ് ഉടമ്പടിയുടെ ഒരു പ്രത്യേക ടെർമിനോളജിയാണ്. ഇത് മനസ്സിലാക്കാൻ നമ്മൾ യേശുക്രിസ്തുവിനെ സംബന്ധിച്ച അങ്ങോട്ടുള്ള പഠനം മുഴുവൻ നോക്കിയാൽ മതി. കാരണം അന്ന് എല്ലാവരും പിറന്നത് ചൈൽഡ് ബർത്തിലൂടെയാണ് ഓൾഡ് കവനിൽ പ്രവേശിച്ചത്. അവർ ജനിക്കുമ്പോൾ തന്നെ ഉടമ്പടിയിൽ പിറക്കാണ്. ഉടമ്പടിയിൽ പിറക്കുന്നു, 8-ാം നാളിൽ പരിച്ഛേദന ഏൽക്കുന്നു, ന്യായപ്രമാണം പഠിക്കുന്നു. ഒരു കുടുംബം, ഒരു സിസ്റ്റം, 12 ഗോത്രം, ഒരപ്പന്റെ മക്കൾ, ഞങ്ങൾ അബ്രഹാമിന്റെ മക്കൾ, ഒറ്റ ജീനിയോളജി, ഒറ്റ ടൈം ലൈൻ. ഒറ്റ ടൈം ലൈൻ മീൻസ് ഒരൊറ്റ ഓൾഡ് കവന്റെ ഫുൾ ടൈം ലൈൻ ഫ്രം ദ ബിഗിനിങ് ടു ദ എൻഡ്. ഒരേ ഫാമിലി. ഇറ്റ് ഇസ് എൻ ഓർഗാനിക് ഫാമിലി. സോ ഓൾഡ് കവനന്റില് കഴ്സസ് അടുത്തവരിലേക്ക് വരാൻ കാരണം അപ്പൻ തെറ്റ് ചെയ്തുകൊണ്ട് മകന് ആ ഡീഡ് ആവർത്തിക്കാൻ സാധ്യതയുണ്ട്. ന്യൂ ടെസ്റ്റമെന്റിൽ ഒരു ഫാമിലിയിലെ ഹ്യൂമൻ ഫാമിലി ലൈൻ അല്ല ഓൾഡ് കവനന്റ്, ന്യൂ കവനന്റ്. ന്യൂ ടെസ്റ്റമെന്റ് ഒരിക്കലും ചൈൽഡ് ബർത്തിലൂടെ കിങ്ഡം വളർന്നതല്ല. ഇതാദ്യം നിങ്ങൾ തിരിച്ചറിയണം. ദൈവരാജ്യത്തിനകത്ത്, പുതുനിയമത്തിനകത്ത് അപ്പനും അമ്മയും ഭാര്യയും മക്കളും ഇതൊന്നുമില്ല. ഇല്ല. പുതുനിയമത്തിൽ എൻ്റെ മകൻ എൻ്റെ ബ്രദറാണ്, കിങ്ഡം ഓഫ് ഗോഡ്. പുതിയ നിയമത്തിൽ ഒരാളുടെ ഭാര്യ അദ്ദേഹത്തിന്റെ സിസ്റ്ററാണ്. അതായത് in the kingdom of God, there's no mother, there's no father, there's no sister, there's no wife, there's no children. All are brothers and sisters. കേൾക്കുമ്പോൾ ഒരു തമാശ ഒന്നുമില്ലേ? കാരണം each and every members in the kingdom of God is directly connected to God. They are born of God. നിങ്ങൾക്ക് മനസ്സിലാവുന്നോ പ്രിയപ്പെട്ടവരെ? They are born of God. ദൈവത്തിൽ നിന്ന് പിറന്നവരാണ്. പക്ഷെ ഓൾഡ് ടെസ്റ്റമെന്റിൽ ദൈവത്തിൽ നിന്ന് പിറന്നവരല്ല. അവർക്ക് അപ്പൻ, മക്കൾ, മക്കളുടെ മക്കൾ, ഇങ്ങനെയാണ്. അപ്പം അന്നത്തെ പ്രധാനം, അതുകൊണ്ട് അബ്രഹാമിനോട് പറഞ്ഞു, നീ നിന്റെ കർത്താവ് യഹോവയുടെ കൽപ്പനകളും പ്രമാണങ്ങളും നിന്റെ മക്കളോടും മക്കളുടെ മക്കളോടും അവരുടെ മക്കളോടും നീ ഉപദേശിക്കണം എന്ന് പറഞ്ഞാൽ ഓരോരുത്തർ തലമുറകളെ വചനം പഠിപ്പിച്ച് കൊണ്ടിരുന്നത്. ന്യൂ ടെസ്റ്റമെന്റ് വരുമ്പോൾ ദൈവം പറഞ്ഞ അങ്ങനെയല്ല. ഇനി ഒരുവൻ തന്റെ കൂട്ടുകാരനോട് ദൈവത്തെ അറിയുക എന്ന് പറയുകയില്ല, അവരെല്ലാവരും എന്നെ അറിയും. ദാറ്റ് മീൻസ് ഓരോ ആളും അറിഞ്ഞുകൊണ്ടാണ് ഈ രാജ്യത്തിലേക്ക് വരുന്നത്.
അപ്പൊ ശാപങ്ങൾ ഇതിനകത്ത്, there is no generational curse in the new covenant. നിങ്ങൾക്ക് പിടികിട്ടുന്ന ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ് ഒന്നാമത്തെ അണ്ടർസ്റ്റാൻഡിങ്. ഇത് കോർപ്പറേറ്റ് ബോഡിയാണ്. അപ്പൊ ഒന്നുകൂടെ പറഞ്ഞാൽ, ഒരു നേഷൻ സിൻ ചെയ്താൽ, ഒരു നേഷൻ സിൻ ചെയ്താൽ ദാറ്റ് ഇസ് എ നാഷണൽ ജഡ്ജ്മെന്റ്. ഒരു ഫാമിലിയിലാണ് തെറ്റ് വന്നെങ്കിൽ ആ ഫാമിലിയെ ഫുള്ള് എന്ത് ചെയ്യും? ഇല്ലാതാക്കും. അതുകൊണ്ട് ആകാൻ തെറ്റ് ചെയ്തു, ആകാനെയും അവന്റെ കുടുംബത്തെയും എല്ലാത്തിനെയും കൂടെ ഒന്ന് കത്തിച്ചോളാം. ആകാൻ ഒറ്റ ആളുണ്ട്. ഇസ്രായേൽ തെറ്റ് ചെയ്തു, ഇസ്രായേൽ ഏതോ ഒരു കുറച്ചു പേര് തെറ്റ് ചെയ്ത് എല്ലാ ശിക്ഷ അനുഭവിച്ചു. അപ്പം തെറ്റ് ചെയ്യുകയാണെങ്കിൽ അതേ ഉടമ്പടിയുടെ കുടക്കീഴിൽ നിൽക്കുന്ന മക്കൾക്കും ആ തെറ്റുകളുടെ ജഡ്ജ്മെന്റിന്റെ ഭാഗമായി മാറേണ്ടി വരും. ബിക്കോസ് ദേ ആർ വൺ ബോഡി. ഓൾഡ് കവനന്റ് എന്ന് പറഞ്ഞാൽ 12 ട്രൈബ്സിന്റെ ഐഡന്റിറ്റിയിലാണ്. അപ്പൊ ട്രൈബൽ ഐഡന്റിറ്റിയിൽ നിൽക്കുന്നവർക്ക് ട്രൈബൽ കോൺസിക്വൻസ് ഉണ്ട്. Amen. The old covenant body is a corporate body, is a tribal body, is a generational body, is a generational inheritance going on there. ഇത് നിങ്ങൾ ആദ്യം മനസ്സിൽ വെച്ചേക്കണം. ഒരിക്കലും ഒരു വീട്ടിലോട്ട് വന്ന് അപ്പൻ തെറ്റ് ചെയ്തു, അപ്പൻ എനിക്ക് മകനും ഇരിക്കട്ടെ, ഭാര്യയ്ക്കും ഇരിക്കട്ടെ, അങ്ങനെയില്ല. ഓരോരുത്തരും ദൈവത്തെ അറിയും. Jeremiah chapter 31. Read it. You just go and read it. എബ്രായ ലേഖനം 8-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ അതേ കാര്യം കോട്ട് ചെയ്യുന്നുണ്ട്. എന്നെ അറിയും. Praise the Lord. സോ അതുകൊണ്ട് ജനറേഷണൽ കേസ് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇത് ഓട്ടോമാറ്റിക് ബ്ലഡ് ലൈനിൽ പോകുന്നതല്ല. ഇത് ബ്ലഡ് ലൈനിൽ പോവുക എന്നുള്ള പെന്തക്കോസ് ഉപദേശം ആന പൊട്ടത്തരമാണ്. അത് ബിബ്ലിക്കലല്ല, അത് ഹെറസിയാണ്, അത് വേദപുസ്തകത്തിന് വിരുദ്ധമാണ്, ദൈവത്തിന്റെ പ്രോഗ്രാമിന് എതിരാണ്. ദൈവവും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. രണ്ടാമത്തെ റീസൺ, സെക്കൻഡ് റീസൺ, the old covenant structure, you must understand this one. The old covenant structure is a treaty ആണ്, ഒരു ട്രീറ്റി പോലെ. അതായത് ഈ ഓൾഡ് കവനന്റ് എഴുതുന്ന സമയത്ത് ഹിത്യരുടെ ട്രീറ്റീസ് ഉണ്ട്, ഉടമ്പടികൾ. നിയോ അസീറിയൻ ട്രീറ്റീസ് ഉണ്ട്. അടുത്തത് സുസേറിയൻ വെയ്സൽ ട്രീറ്റീസ് ഉണ്ട്. ഞാൻ പറഞ്ഞ ഇംഗ്ലീഷിൽ അങ്ങനെ പ്രൊണൗൺസിയേഷൻ എനിക്കറിയാം, എൻ്റെ കയ്യിൽ നോട്ട്സിൽ എനിക്ക് അതേ ഉള്ളൂ. സുസേറിയൻ വെയ്സൽ എഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ അന്ന് നിലവിലുണ്ടായിരുന്ന ഹിത്യരുടെയും അസീറിയക്കാരുടെയും സുസേറിയൻ ആളുകളുടെയും ഒക്കെ ഒരു ട്രീറ്റിയുടെ സ്ട്രക്ചറാണ് ഓൾഡ് കവനന്റിൽ നമുക്ക് കാണാൻ പറ്റുന്ന പാറ്റേൺ. ഇനി ഞാൻ പറഞ്ഞത് കേൾക്കുക. ഒന്ന്, ഇതിനകത്ത് പ്രധാനപ്പെട്ട കുറച്ച് തീമുള്ളത് ഈ ലൊയാലിറ്റി. ഈ ലൊയാലിറ്റി പാസസ് ഫ്രം ഫാദർ ടു സൺ. പിതാവിൽ നിന്ന് പുത്രനിലേക്കാണ് ഈ ലോയാലിറ്റി പാസ് ചെയ്യുക. അതായത് ഒരു നമ്മുടെ നാട്ടു ഭാഷ എങ്ങനെ, അപ്പൻ്റെ മക്കളിലേക്കും മക്കളുടെ മക്കളുടെ മക്കളിലേക്കും ഇങ്ങനെ പാസസ് ഫ്രം ഫാദർ ടു സൺ. അടുത്തത്, ബ്ലെസ്സിങ്സ് ആൻഡ് കേഴ്സസ് പാസ് ത്രൂ ദ ജനറേഷൻസ്. ഈ ട്രീറ്റിയുടെ പ്രത്യേകതയാണ്. അടുത്തത്, റിബലിയൻ ആയിക്കോട്ടെ, ഒരു മത്സരം വന്നു കഴിഞ്ഞാലും ജനറേഷണൽ കോൺസിക്വൻസ് അണ്ടിൽ ലോയാലിറ്റി ഈസ് റെസ്റ്റോർഡ്. ആ ലോയാലിറ്റി റെസ്റ്റോർ ആകുന്നത് വരെ എന്ത് ചെയ്യും? റിബലിയൻ മുഖാന്തരമുണ്ടായ കോൺസിക്വൻസ് ജനറേഷനിൽ പിന്തുടർന്നിരിക്കും. ഇത് ഓൾഡ് കവനന്റ് ട്രീറ്റികളിൽ, ഓൾഡ് കവനന്റ് കാലത്തുണ്ടായിരുന്ന ഓൾഡ് ഏൻഷ്യന്റ് വേൾഡിൽ ഉണ്ടായിരുന്ന ട്രീറ്റീസിന്റെ ഒരു സ്ട്രക്ചർ. അത് സെയിം സ്ട്രക്ചറാണ് നമ്മൾ വേദപുസ്തകത്തിലും കാണുന്നത്. ഇത് മനസ്സിലാക്കും. അപ്പൊ ഇതിനെക്കുറിച്ച് ജൂയിഷ് റബീസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇബിൻ എസ്ര, റംബാം, റാഷി തുടങ്ങിയ ആളുകൾ പറയുന്നത് തോറ യൂസ് ചെയ്തിരിക്കുന്നത് ഇതേപോലെ ഒരു ട്രീറ്റി മോഡലാണ്. ബിക്കോസ് ഇസ്രയേൽ എന്ന് പറയുന്നത് ഒരു റോയൽ കവനന്റിന്റെ ഉടമ്പടിയുടെ സാമ്രാജ്യം. കാരണം ഇസ്രായേൽ എന്ന് ശ്രദ്ധിച്ചു കേൾക്കണം, ഇസ്രായേൽ എന്ന് പറയുന്നത്
ആദാം എന്ന് പറയുന്ന ആദാമിന്റെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, എപ്പോഴും ഈ കിങ്ഷിപ്പ്, ഇപ്പൊ നമ്മുടെ നാട്ടില് പ്രധാനമന്ത്രിയുണ്ട്, മുഖ്യമന്ത്രിയുണ്ട്, മന്ത്രിമാർ, ഇവരെ ആരുടെയും വംശാവലി ഒന്നും നോക്കിയല്ല നമ്മൾ ഇവരെ ഭരണാധികാരികളാക്കിയേക്കുന്നത്, അല്ലേ? പക്ഷെ ഇസ്രായേൽ അങ്ങനല്ല. കൃത്യമായ നില ഒരു വംശത്തിന്റെ വംശാവലി, അവരുടെ ജീനിയോളജി, അവരുടെ പേട്രിയാറ്റിക്, അവരുടെ ഇൻഹെറിറ്റൻസ്, അവരുടെ കൾച്ചറുകള്, അവരുടെ പിതൃ പാരമ്പര്യങ്ങൾ, ഇത് മുഴുവൻ കൃത്യമാണ്. കാരണം അതൊരു റോയൽ ഫാമിലിയാണ് ഇസ്രായേൽ. ഇങ്ങനെ കിങ്ഡം വിത്ത് എ റോയൽ കവനന്റ് ആൻഡ് കിങ്ഡം വിത്ത് എ റോയൽ ഫാമിലി ഹെറിറ്റേജ് ഉണ്ട് അവർക്ക്. അല്ലാതെ നമ്മൾ അവിടുന്ന് കുറെ പേര്, ഇവിടുന്ന് കുറെ പേര്, അപ്പുറത്ത് നമ്മുടെ ഇന്ന് ചർച്ചിൽ കണ്ട 100 കുടുംബത്തിൽ 100, അവരെല്ലാം 100 കുടുംബമായിട്ട് ബന്ധപ്പെട്ടു. പക്ഷെ ഇസ്രായേൽ അങ്ങനെയല്ല. ഇസ്രായേൽ ആകെ 12 ഗോത്രമുണ്ട്, ട്രൈബലാണ്. ഈച്ച് ആൻഡ് എവറി ഫാമിലി ദേ നോ ഇറ്റ്. അവർക്ക് അതിന്റെ കൃത്യമായ സ്ട്രക്ചർ ഉണ്ട്. അപ്പം എന്തെങ്കിലും ഒരു കോൺസിക്വൻസ് വന്നാൽ ഇറ്റ് വിൽ അഫക്ട് ഓൾ ദ പീപ്പിൾ, ബിക്കോസ് ദാറ്റ് ട്രീറ്റി, ദാറ്റ് കവനന്റ് ഈസ് based on that treaties, the same structures. ഒന്നുകൂടെ പറഞ്ഞാൽ, ഈ ഉടമ്പടിക്കകത്ത് ജനിക്കുന്ന കുഞ്ഞുങ്ങൾ ആ ഉടമ്പടിക്കകത്ത് പിതാവിന്റെ അനുഗ്രഹം അനുഭവിക്കുന്നു, അതിൽ സന്തോഷിക്കുന്നു, അത് വാങ്ങുന്നു. അതുപോലെ തന്നെ ആ ഉടമ്പടിക്കകത്ത് ജനിക്കുന്ന പിള്ളേര് അതിനകത്ത് അപ്പൻ കാണിക്കുന്ന കുഴപ്പത്തിന് അവരതിന്റെ പാത്രീഭൂതരായി മാറുകയും ചെയ്തു. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. നമ്മളൊരു ജനറേഷൻ കേഴ്സ് എന്ന് പറയുമ്പോൾ ചുമ്മാ ഇന്ന പോയിന്റ് ഇതാണ്, ഇന്നത് അങ്ങനെയാണ്, ഇത് ജനറൽ അല്ല. ഇത് ആദ്യം മനസ്സിലാക്കി, ഇതിന്റെ സ്ട്രക്ചർ മനസ്സിലാക്കണം. ജനറേഷണൽ കേഴ്സ് എന്ന് പറയുന്നത് എന്തുകൊണ്ട് ഓൾഡ് കവനന്റ് നിലനിന്നിരുന്നു, ഞാൻ അതാണ് ഇന്ന് ഈ വീഡിയോയുടെ പറയാൻ പോകുന്നത്. ഞാൻ 1-2 പോയിന്റ് പറഞ്ഞു നിർത്തിയിട്ട് ഇതിന്റെ 2ാം ഭാഗത്തേക്ക് ഞാൻ പിന്നെ വരാം. കാരണം എനിക്കിത് നല്ല ജോലിയായിപ്പോയത്. കാരണം എന്ന് പറയുമ്പോൾ അത്രയ്ക്കും നല്ലതായി സഭ, സൂപ്പറാണ് ഇപ്പൊ സഭ. ഞാനൊരു ബൈബിൾ ടീച്ചർ, ഐ എം വെരി മച്ച് കോൺഫിഡന്റ് ദാറ്റ്, ബിക്കോസ് ഗോഡ് കോൾഡ് മീ ഫോർ ദാറ്റ് പർപ്പസ്. എനിക്ക് അറിയാം, നല്ല ഉറപ്പുണ്ട്, ദൈവം അതിനുവേണ്ടി വിളിച്ചിരിക്കും. അതുകൊണ്ട് എനിക്ക് ലഭ്യമായ മീഡിയയിലൂടെ എനിക്ക് സംസാരിച്ചേ പറ്റത്തുള്ളൂ. എന്നോടുകൂടെ ദൈവകൃപയിൽ നിൽക്കുന്ന, ഈ കൂട്ടായ്മയിൽ നിൽക്കുന്ന ദൈവമക്കൾ ദയവായിട്ട് ഇത് എല്ലാവരുടെ കാലിലും എത്തിക്കണം. മത്സരിക്കാനല്ല, വഴക്കുണ്ടാക്കാനല്ല, കുറ്റപ്പെടുത്താനല്ല, പരിഹസിക്കാനല്ല, ആക്ഷേപിക്കാനല്ല. സത്യം എത്രത്തോളം എത്താൻ പറ്റും അത്രത്തോളം. നിങ്ങളൊരു ട്രാക്ട് കൊണ്ട് കൊടുക്കുന്നതിനേക്കാൾ നല്ലത് ഈ വീഡിയോ ഷെയർ ചെയ്യണം. കാരണം ഇത് മുഴുവൻ എന്തോ പറഞ്ഞ ഒരു ഗ്രേ പാർട്ടായിട്ട് കിടക്കുക. ഒന്ന് വെളിച്ചമാണോ അതുമല്ല, ഇരുട്ടാണോ അതുമല്ലാത്ത നിലയിൽ അവ്യക്തതയുടെ ഒരു കാർമേഘത്തിന്റെ കീഴിലാണ് ഇന്നത്തെ ക്രൈസ്തവസം. സോ അതിനെ തിരുത്തേണ്ട ആവശ്യമുണ്ട്. അതിന് സാത്താനുണ്ട്, പിശാചുണ്ട്, ലൂസിഫർ ഉണ്ട്, ഏലിയൻ ഉണ്ട്, അവിടെ നിന്നുകൊണ്ട് പറന്നു വരുന്നുണ്ട്. ഇങ്ങനെ പറഞ്ഞ് ആക്ഷേപിച്ചിട്ട് കഥയില്ല. കാര്യങ്ങൾ മനസ്സിലാക്കണം. ഞാൻ മുമ്പോട്ട് പോവാം. എന്തെങ്കിലും ഒരു കാര്യം കൂടെ പറയാം. ഉടമ്പടി എപ്പോഴും ശ്രദ്ധിച്ചു, ദിസ് ബേസ്ഡ് ഓഫ് ഉടമ്പടിയാണിത്, കവനന്റ് ആണ്, ഇത് ലീഗൽ പ്രോസസ് ആണ്. ഇറ്റ്സ് നോട്ട് ഇൻഡിവിജ്വൽ ഗിൽറ്റ്. ഏതോ ഒരുത്തൻ ബീഡി വലിച്ചു, അല്ലെങ്കിൽ ഏതോ ഒരുത്തൻ കഞ്ചാവ് വലിച്ചു, ഇതല്ല കഥ. റബനിക്കൽ റീസൺ 3, generational influences is not generational guilt. അതായത് റബനിക്കൽ റൈറ്റിംഗ്സിൽ ഇങ്ങനെയാണ് പറയുന്നത്, എ ഫാദർ teaches his child not only Torah but also habits. അപ്പൻ മക്കളെ തോറ മാത്രമല്ല പഠിപ്പിക്കുന്നത്, അവരുടെ സ്വഭാവം കൂടെ പഠിപ്പിക്കും. അപ്പം റബിമാർ ഈ വിഷയത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്, ഈ പാറ്റേൺസ് ഉണ്ട്. പാറ്റേൺസ്, നോട്ട് പണിഷ്മെന്റ്സ്, ആർ ഇൻഹെറിറ്റഡ്. പാറ്റേൺസ് ആണ് അവരെടുക്കുന്നത്. അപ്പന്റെ സ്വഭാവം അവരെടുക്കുന്നു. അപ്പന്റെ ദുർസ്വഭാവമല്ല, അവരുടെ ഹാബിറ്റ്സ്, അവരുടെ ക്യാരക്ടേഴ്സ്. എക്സാമ്പിൾ പറഞ്ഞാൽ, ബാഡ് ഹാബിറ്റ്സ് അവർക്ക് ആ പാറ്റേണിലേക്ക് പിള്ളേർ വരാൻ സാധ്യതയുണ്ട്. ബ്രോക്കൺ വർഷിപ്പ്, ഐഡലട്രി, ഇൻജസ്റ്റിസ്, ക്രുവാലിറ്റി, കവനന്റ് നെഗ്ലിജൻസ്, ഇതെല്ലാം തന്നെ മക്കൾക്ക് അപ്പനിൽ നിന്ന് വരാം. ഞാൻ ഒന്നുകൂടെ പറയാം, ശ്രദ്ധിക്കുന്നു. അപ്പൻ ചെയ്ത തെറ്റിന്റെ ദൈവശാപമല്ല, അപ്പന്റെ നേച്ചറിൽ ഉണ്ടായിരിക്കുന്ന ആ പാറ്റേൺ ഈ കുഞ്ഞുങ്ങൾക്ക് ഇൻഹെറിറ്റ് ചെയ്യാം. അത് വരും. കാരണം അവർ കുടുംബത്തിൽ ജീവിക്കുന്നു. തെറ്റായ സ്വഭാവങ്ങൾ, തെറ്റായ ആരാധന രീതികൾ, വിഗ്രഹ ആരാധന, അനീതി പ്രവർത്തിക്കുന്നത്, ദുഷ്ടത കാണിക്കുന്നത്, ഉടമ്പടിയെ നെഗ്ലക്ട് ചെയ്യുന്നത്, ഇതെല്ലാം തന്നെ മക്കൾക്ക് അപ്പനിൽ നിന്ന് അഡോപ്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള, ഇൻഹെറിറ്റ് ചെയ്യാൻ സാധ്യതയുള്ള സ്വഭാവങ്ങളാണ്. ജനറേഷണൽ ഇൻഫ്ലുവൻസ്, നോട്ട് ജനറേഷണൽ ഗിൽറ്റ്. എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കണം.
നോട്ട് ജനറേഷണൽ. അപ്പൻ തെറ്റ് ചെയ്തു, ആ തെറ്റിന്റെ കുറ്റമല്ല, അപ്പൻ ചെയ്യുന്ന തെറ്റുണ്ടല്ലോ, തെറ്റുന്ന ആ ഹാബിറ്റ് ഉണ്ടല്ലോ, ആ ഹാബിറ്റ് മക്കൾക്ക് വരാം. കാരണം ഒരു ബോഡിയാണ്, ഫാമിലിയാണ്. കുടിക്കുന്ന അപ്പന്റെ വീട്ടിൽ മക്കൾ കുടിക്കാൻ സാധ്യതയുണ്ട്. സോ ഇതുപോലെയുള്ള ഇൻഫ്ലുവൻസുകൾ വരാനുള്ള സാധ്യതയുണ്ട്. ഇനി പ്രധാനപ്പെട്ട ഒരു ടേണിംഗ് പോയിന്റ് കൂടെ പറയാം, ശ്രദ്ധിച്ച് കേൾക്കാം. പ്രധാനപ്പെട്ട ടേണിംഗ് പോയിന്റ്, നിങ്ങൾ ജെറേമിയാവിന്റെ പുസ്തകവും എസെക്കിയേലിന്റെ പുസ്തകവും വായിക്കുമ്പോൾ, പ്രത്യേകിച്ച് എസെക്കിയേലിന്റെ പുസ്തകം 18-ാം അധ്യായം, ജെറേമിയാവിന്റെ പുസ്തകം 7 മുതൽ മുകളിലോട്ട് വായിക്കുമ്പം പ്രധാനമായിട്ട് ഒരു പ്രൊഫറ്റിക്കൽ ഷിഫ്റ്റ് കാണാൻ പറ്റും, ഒരു അപ്ഗ്രേഷൻ. എന്ന് പറഞ്ഞാൽ എനിക്ക് എസെക്കിയേൽ 18:20 പറഞ്ഞത്, സോൾ ഹൂ സിൻ ഷാൽ ഡൈ, പാപം ചെയ്യുന്ന ദേഹി മരിക്കും. എ സൺ ഷാൽ നോട്ട് ബെയർ ദ ഇൻക്വിറ്റി ഓഫ് ദ ഫാദേഴ്സ്, പിതാക്കന്മാരുടെ അകൃത്യം മക്കൾ ചുമക്കണ്ട. അപ്പൊ ഇതിന് റബനിക്കൽ ഒരു ഇന്റർപ്രിട്ടേഷൻ ഉണ്ട്. റബനിക്കൽ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്, അവർ പറയുന്ന ഒരു സെൻഹെൻദ്രി എന്ന് പറയുന്ന അവരുടെ ടെക്സ്റ്റിൽ അല്ല റെഫറൻസിൽ പറയുന്നത്, ഈ ആഫ്റ്റർ ദ എക്സൈൽസ്, അതായത് എക്സൈലിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ, ബാബിലോണിൽ നിന്ന് അവർ തിരിച്ചു വന്നപ്പോൾ എന്താണ് ആദ്യം അവസാനിച്ചറിയുമ്പോൾ വളരെ ശ്രദ്ധിച്ചു കേൾക്കണം. ഇവർ വിഗ്രഹത്തെ ആരാധിച്ചതിന്റെ പേരിലാണ് ഇവരെ കൊണ്ടുവന്ന് ഓടിച്ചത്. ഈ ആദ്യം ഓടിച്ചത് ഹൗസ് ഓഫ് ഇസ്രായേലാണ്, അത് കഴിഞ്ഞിട്ട് ജൂഡ. ഇവർ രണ്ടുപേരും ചെയ്ത തെറ്റിന്റെ പേരിലാണ് ദൈവം ഇവരെ അന്യദേശത്തേക്ക് പരദേശികളായിട്ട് കൊണ്ടുപോയത്. അവരുടെ ശിക്ഷ കഴിഞ്ഞവർ മടങ്ങി വന്ന ശേഷം പ്രവാചകന്മാർ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഐഡലേറ്ററി എൻഡഡ് നാഷണലി. ഇത് വളരെ പ്രധാനപ്പെട്ട പോയിന്റ്. അതായത് വിഗ്രഹാരാധന എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ ദേശത്ത് നിന്നേ തുടച്ചേക്കപ്പെട്ടു. ഞാൻ പറഞ്ഞ സ്പിരിച്വൽ കണ്ടീഷൻസ് ആണ്. 2, ട്രൈബൽ ഐഡന്റിറ്റി വീക്കണ്ട്. അതായത് ഞാൻ ഇന്ന ഗോത്രക്കാരെന്നുള്ള ആക്യുറേറ്റ് ഗോത്രത്തിൽ മാത്രമായിരുന്നു. പക്ഷെ ഇവർ പ്രവാസത്തിലോട്ട് പോയിട്ട് അനേക വർഷങ്ങൾ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഇവരുടെ ഇടയിൽ ഇത്രയും തലമുറ കഴിഞ്ഞപ്പം ഇവരുടെ ഇടയിൽ ആ ട്രൈബൽ, ഞാൻ ഏത് ഗോത്രത്തിലാണെന്നുള്ള ആ ട്രൈബൽ ഐഡന്റിറ്റി, പ്രത്യേകിച്ച് നിങ്ങളിത് മനസ്സിലാക്കണമെങ്കിൽ എസ്രായുടെ പുസ്തകമൊക്കെ വായിക്കുമ്പോൾ അതിനകത്ത് ഈവൻ ലേവ്യ ഗോത്രക്കാരുടെ പുരോഹിതന്റെ ഐഡന്റിറ്റി പോലും, അവരുടെ എന്താ പറയുന്നത്, വംശാവലി പോലും നഷ്ടപ്പെട്ടു പോയി. അപ്പൊ ട്രൈബൽ ഐഡന്റിറ്റി അവരുടെ കയ്യിൽ നിന്ന് വീക്കെൻഡായി പോയി. 3, അവരുടെ ഏറ്റവും വലിയ ശക്തിയായിരുന്ന ദേവാലയം നശിച്ചു. 4, ഇസ്രായേൽ ബാബിലോണിൽ നിന്ന് വന്നിട്ട് ചിതറിപ്പാർക്കുന്ന ഒരു കൂട്ടം ആളുകളായി മാറി. അതായത് അവർ തിരിച്ചു വന്നപ്പോൾ അവരെല്ലാവരും ഒരു സ്ഥലത്തല്ലിപ്പോൾ, പലരും പല സ്ഥലങ്ങളിൽ ചിതറിപ്പാർക്കുന്ന ഒരു നിലയിൽ ഒരു സ്കാറ്റേർഡ് പീപ്പിളായിട്ട് ഇസ്രായേലും മാറി. ആ കാലഘട്ടം, ആ ജെറമിയാവിന്റെ കാലഘട്ടത്തിലും എസെക്കിയേലിന്റെ കാലഘട്ടമൊക്കെ വരുമ്പോഴത്തേക്കും ഇവിടെ പറഞ്ഞു, ഇനി എന്ത് ചെയ്യാൻ പോവാ, ഇനി വ്യക്തികളിൽ എന്താ പറയുക, ഇൻഡിവിജ്വൽ അക്കൗണ്ടബിലിറ്റി ഉള്ളൂ. എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇനി ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്കുള്ള ആ പരിപാടിക്ക്, പ്രോഗ്രാമിന് പകരം ഓരോരുത്തർ ചെയ്യുന്ന തെറ്റിന് ഓരോരുത്തർ അനുഭവിക്കണം. അപ്പൻ പച്ചമുന്തിരിങ്ങ തിന്ന അപ്പന്റെ പല്ലേ പുളിക്കും. കാരണം ആ ഭയങ്കര സ്ട്രക്ചർ, അതായത് ആ കവനന്റെ സ്ട്രക്ചർ എന്തായിപ്പോയി, വീക്കെൻഡായിപ്പോയി. അപ്പം മോസസിന്റെ കാലത്ത് മുതൽ ഇങ്ങോട്ട് ദാവീദിന്റെ കാലത്തൊക്കെ ഉണ്ടായിരുന്ന ആ വലിയ അവരുടെ ആ കവനന്റൽ ബോഡിയുടെ ആ സ്ട്രെങ്ത് അങ്ങ് നഷ്ടപ്പെട്ടു. കാരണം 10 ഗോത്രങ്ങൾ തന്നെ ഓൾറെഡി ചെതറിപ്പോയി കഴിഞ്ഞു. അപ്പൊ ഗോത്രങ്ങളെ പിടിച്ചൊരുമിപ്പിക്കാൻ പറ്റുന്നില്ല. സോ അവിടേക്ക് വരുമ്പോൾ ദൈവം തന്റെ ഉടമ്പടിയുടെ ആ ക്ലോസിൽ പ്രൊഫറ്റിക്കലി ദൈവം തന്നെ ദാസന്മാരോട് സംസാരിക്കാൻ തുടങ്ങി, പാപം ചെയ്യുന്ന ദേഹി മരിക്കും. ആമേൻ. സ്തോത്രം. ഇൻഡിവിജ്വലി മോറൽ റെസ്പോൺസിബിലിറ്റിയിലേക്ക് ടേൺ ആയി തുടങ്ങി. എനിക്ക് തോന്നുന്നു ഒരു പ്രധാന ഷിഫ്റ്റ് അവർക്ക് സംഭവിക്കുക. ഇതാണ് നമ്മൾ ഇസ്രായേലിന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ പറയുമ്പം ന്യൂ ടെസ്റ്റമെന്റിൽ എന്തുകൊണ്ട് പുതിയ നിയമത്തിൽ ജനറേഷണൽ കെഴ്സ് ഇല്ല? ഇന്ന് ജനറേഷണൽ കെഴ്സ് ഇല്ല. ദയവായിട്ട് ഇത് മനസ്സിലാക്കണം. ഇന്ന് പരമ്പരാഗത ശാപമില്ല. അത് ബെനീറ്റ പറഞ്ഞാലും, പാസ്റ്റർ എം എ അങ്കിൾ പറഞ്ഞാലും, അത് മെർലിൻ ഹിക്ക് പറഞ്ഞാലും, അത് എന്തുവാ വേറെ ആളുണ്ടല്ലോ, പീറ്റർ അല്ലല്ലോ, എന്താ പ്രിൻസാ, കുറെ പുസ്തകം അവിടെ കണ്ടിരിപ്പുണ്ട്, ഡെറിക് പ്രിൻസ് പറഞ്ഞാലും,
ഏത് പ്രിൻസ് പറഞ്ഞാലും വിശുദ്ധ വേദപുസ്തകത്തിൽ ന്യൂ ടെസ്റ്റമെന്റിൽ there is no generational curse because New Testament structure is not based on a generational family. അവിടം കൊണ്ട് തന്നെ ഇവരുടെ വാദം പൊളിഞ്ഞു പോവുക. ഇറ്റ്സ് ബ്രേക്കിംഗ്. ദ ന്യൂ കവനന്റ് എന്ന് പറയുന്നത് എന്താണ്? എൻസ് ട്രൈബൽ കവനന്റൽ സ്ട്രക്ചർ. നമ്മൾ ആദ്യം മനസ്സിലായി. ഇനി ഇവിടെ നമ്മുടെ ഇടയിലെ ആളുകൾ പറഞ്ഞു, ഇപ്പം ചില സഭകളിൽ ചെല്ലും പറയും, ജാതികളിൽ നിന്ന് വന്ന ദൈവദാസൻ പ്രസംഗിക്കും. ഇപ്പോഴും അങ്ങനെ ഉണ്ട് കേട്ടോ. ഇവിടെ കുറെ യഹൂദക്കളിയുണ്ട്. കുറെ അണ്ണന്മാര് യഹൂദന്മാരാന്നൊരു ധാരണയില്ല ഈ വർത്താനം പറയും. യഹൂദന്റെ ഉടുപ്പും യഹൂദന്റെ ചെരുപ്പും യഹൂദന്റെ വായും യഹൂദന്റെ പല്ലും യഹൂദന്റെ ചിരിയുമായിട്ട് അങ്ങ് നടക്കുക. എന്നെ പോനെ ചേട്ടായി, നിന്റെയും വല്യപ്പന്റെ വല്യപ്പനൊക്കെ വല്ല ഏതോ ആൻഡമാൻ നിക്കോബാറിൽ നിന്നൊക്കെ വന്ന സാധനങ്ങൾ. ആദ്യം ഒന്ന് മനസ്സിലാക്കുക. തൊലിക്ക് ഇച്ചിരി വെളുപ്പുണ്ടെന്ന് വെച്ചോണ്ട് നീ യഹൂദ കുലത്തിൽ പറഞ്ഞാന്ന് വിചാരിക്കരുത്. അതിൽ ഏറ്റവും വലിയ കൾപ്രിറ്റ് ആയിരിക്കുക, ഏറ്റവും വലിയ കൾപ്രിറ്റ് എന്ന് പറഞ്ഞാൽ ചർച്ച് ഓഫ് ഗോഡുകാരൻ. കേരള സ്റ്റേറ്റ്, കേരള ഡിവിഷൻ ഒരേ ശരീരത്തിന്റെ അംശങ്ങളാണ്. സ്വർഗത്തിൽ കർത്താവിനോട് കൂടെ ഇരിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. എന്നോട് പേഴ്സണലി നൂറുകണക്കിന് ആളുകൾ സംസാരിച്ചിട്ടുണ്ട്. മതസ്പർദ്ധയും വർണ്ണവിവേചനവും വർഗവിവേചനവും ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനിത്വത്തിലുള്ള സ്ഥലം എന്ന് പറയുന്നത് ഈ 50-ാം നാളുകാരാണ്. ആണെന്നേ. ഏതെങ്കിലും അന്യമതത്തിൽ നിന്ന് വന്ന പെൺകൊച്ചുങ്ങളെ കല്യാണം കഴിക്കണേ അന്യമതത്തിൽ നിന്ന് ഒരുത്തൻ ബോൺ അഗൈൻ ആകണം. എന്നിട്ട് പറഞ്ഞെന്തുവാ? ഒരേ അംശത്തിന്റെ ഒരേ അപ്പത്തിന്റെ അംശങ്ങളാണ്. ഇതുപോലെ നേരും ചൊവ്വും ഇല്ലാത്ത സമൂഹമായി അധംപതിച്ചു പോവുക നമ്മുടെ ജനം. പറയുന്നതൊന്ന്, പ്രവർത്തിക്കുന്നതൊന്ന്, പ്രസംഗിക്കുന്നതൊന്ന്, ജീവിക്കുന്നതൊന്ന്. അച്ചായൻ കഴിഞ്ഞ സാറ് പറഞ്ഞു കേട്ടു, നമ്മുടെ കുര്യാക്കോസ് അച്ചായന്റെ ഭവനത്തിൽ മീറ്റിംഗ് ഉണ്ടായിരിക്കും. മറ്റേതായ അദ്ദേഹത്തിന് പുള്ളിക്കാരനപ്പുറത്തെ വേറെ ഹിന്ദു ആണെങ്കിൽ സോമൻ സഹോദരന്റെ വീട്ടിൽ യോഗം ഉണ്ടായിരിക്കും. എടാ, നാണവും മാനവും ഉണ്ടോടാ? കറുത്തുടുപ്പും വെള്ളയുടുപ്പും കറുത്ത് ഇട്ടുകൊണ്ട് നടക്കുന്നവനെ. നിങ്ങളൊക്കെ ഞാൻ എന്തോ വിളിക്കണ്ടേ? യേശുക്രിസ്തു ഉണ്ടായിരുന്ന ചാട്ടവാറിന് പകരം ആറ്റം ബോംബ് എടുത്ത് നിന്റെയൊക്കെ മണ്ട കിട്ടുക തന്നെയാണ്. യേശുക്രിസ്തുവിന്റെ സഭയെ അങ്ങ് ഭരിക്കുക. വെളുത്ത് ഉടുപ്പ് ഇട്ടിട്ടും ഇങ്ങനെ വരിക. പ്രൈസ് ദി ലോർഡ്. ആദ്യം ചർച്ച് ഓഫ് ഗോഡ് എന്ന് പറയുന്ന സമൂഹത്തോട് ഞാൻ പറയാം, നിങ്ങൾ ആദ്യം ഈ ഡിവിഷനും സ്റ്റേറ്റും അങ്ങ് നിർത്ത്. എന്നിട്ട് പാട്ട് പാടും. കാന്തം വരാറായി, ഞാൻ പോകാറായി, വിശുദ്ധിയത്തൊക്കെ ചുരുങ്ങി നിൽക്കാം. ആദ്യം ഒന്ന് മനസ്സിലാക്കി, ന്യൂ ടെസ്റ്റമെന്റിൽ there is no tribal structure. Each and every members of the family of God is there, the brothers and sisters. We are the one family. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കാര്യം കൂടെ പറഞ്ഞായിരുന്നു. അതിതാണ്, ഈ എറണാകുളത്ത് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, സാധാരണ ഇവർ കർത്തൃമേശ, ഇപ്പൊ അതില്ല കേട്ടോ, അദ്ദേഹത്തിന്റെ കൃപയാൽ ഇത് സ്റ്റോപ്പായി. കർത്തൃമേശ കഴിഞ്ഞ ഉടനെ അന്യോന്യം വിശുദ്ധ ചുംബനത്താൽ വന്ദനം ചൊല്ലുവിൻ എന്ന് പറയുന്നുണ്ടല്ലോ. ഇപ്പോഴും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഈ കൂട്ടത്തിൽ പോയിട്ട് കുറെ വർഷങ്ങളായതുകൊണ്ട് എനിക്കറിയത്തില്ല ഇങ്ങനെയുള്ള ചടങ്ങൊക്കെ ഉണ്ടോ. അന്യോന്യം എന്ത് ചെയ്യണമെന്നാ ചുംബനം ചെയ്യാൻ പറയാം. അപ്പം അന്ന് ഈ ആളിച്ചിരി കൂടുതലായതുകൊണ്ട് നമ്മുടെ സെൻട്രൽ വാസിന്റെ ഭാര്യ ഇച്ചിരി ഫെയർ ആൻഡ് ലവ്ലിയാ. അപ്പൊ ഫെയർ ആൻഡ് ലവ്ലി ആയതുകൊണ്ട് അതിൻ്റെ അടുത്ത് വന്നിരുന്നതിന് ഇച്ചിരി കളറ് കുറവാണ്. അപ്പൊ കളറ് കുറഞ്ഞ ഒരാൾ അടുത്തിരുന്നപ്പം അന്യോന്യം വേറെ ദൂരെ ഒന്നും പോയി ചുമ്മാ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഈ കോർണറിലാണ്, ഇങ്ങനെ അറ്റത്താണ് നമ്മുടെ മാതാമ നിൽക്കുന്നത്. അതിന് തൊട്ടപ്പുറത്ത് ഇച്ചിരി നിറമുള്ള വേറൊരു മതത്തിൽ നിന്ന് വന്നൊരു സഹോദരി ഇരിക്കുക. അവരടുത്തിരുന്ന് ആ ഫുഡ് കഴിച്ചു കേട്ടോ. അപ്പം നുള്ളി പറിച്ചത് അവിടെ കുത്തിരുന്ന് ഉള്ളി പറിച്ചതാ. എന്നിട്ട് വിശുദ്ധ ചുംബനം കൊടുക്കാൻ പറഞ്ഞപ്പം പാസ്റ്ററിന്റെ അടുത്ത് പാസ്റ്ററെ നോക്കിയിട്ട് ഇവിടെ ഈ സാധനം ഇങ്ങനെ പറഞ്ഞു, നോക്ക് വേണ്ട, അടുത്ത് വേറെ ആളാണ്. അപ്പം പെട്ടെന്ന് ഉദ്ദേശി അങ്ങ് സ്ഥിരം അറിയണം. ഉദ്ദേശിക്ക് അവിടെ ജീവിക്കണമല്ലോ. ഉദ്ദേശി അറിയാണ്, നമുക്ക് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അനുസരിച്ച് സമയം മുമ്പോട്ട് കൂടുതൽ ചെയ്യാനില്ലാത്തത് കൊണ്ട് നമ്മൾ വിശുദ്ധ ചുംബനം ഈ ആഴ്ച അടുത്ത ആഴ്ചത്തേക്ക് മാറ്റി വെച്ചിരിക്കും. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ജാതികളിൽപ്പെട്ടവരുണ്ടെങ്കിൽ
യേശു ക്രിസ്തുവിനെ കുറ്റപ്പെടുത്തല്ലേ പ്ലീസ്. എൻ്റെ കർത്താവ് ഇങ്ങനൊന്നും അല്ല. എൻ്റെ കർത്താവിന് എല്ലാവരോടും സ്നേഹമാണ്. അവൻ ചുങ്കക്കാരുടെയും പാപികളുടെയും കൂടെ ഇരുന്ന് ആഹാരം കഴിച്ചവനാണ്. അവരെ സ്നേഹിച്ചവനാ, അവർക്ക് വേണ്ടി ജീവൻ കൊടുത്തവനാ. ഈ മതത്തിന്റെ സ്പർദ്ധ, സ്ട്രക്ചറൽ, ഈ ട്രൈബൽ സ്ട്രക്ചേഴ്സ് ദൈവസഭയ്ക്കകത്തില്ല. അത് ആദ്യം പൊളിയണം. അല്ലെങ്കിൽ ഈ പ്രസംഗം നിർത്തണം. യേശുവിൽ നമ്മൾ ഒന്നാണ്, എല്ലാവരും രക്ഷിക്കപ്പെടുന്നത്. സ്റ്റോപ്പ് യുവർ നോൺസെൻസ്. നിർത്തുക. നീയൊന്നും പ്രസംഗിക്കണ്ട. പ്രസംഗിക്കുന്നെങ്കിൽ അകത്തു വരുന്നവർക്ക് തുല്യ പ്രാധാന്യം കൊടുക്കാൻ, ബഹുമാനിക്കാൻ, സ്നേഹിക്കാൻ, കരുതാൻ, സോഷ്യൽ സ്റ്റാറ്റസ് കൊടുക്കാൻ പഠിക്കണം. പഠിച്ചില്ല നിർത്തിട്ട് പോണം. മേലാലും ഇവിടെ ഏറിയാലൊന്നും പ്രസംഗിക്കാൻ വന്നേക്കരുത്. സോ ദിസ് ഇസ് എ പ്രോബ്ലം ഇൻ ദ ചർച്ച് ടുഡേ. ന്യൂ ടെസ്റ്റ്മെന്റ് അങ്ങനല്ല. വി ആർ വൺ ബോഡി ഇൻ ക്രൈസ്റ്റ്. വി ആർ വൺ ബോഡി ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ ഒരു ശരീരമായി മാറി. അതിന്റെ ഹെഡ് ക്രൈസ്റ്റ് ആയി മാറി. ദാറ്റ് മീൻസ് ദർ ഇസ് നോ ജനറേഷണൽ കഴ്സ്, നോ ട്രൈബൽ സ്ട്രക്ചർ, നോ ജീനിയോളജിക്കൽ സ്ട്രക്ചർ, നോ ഇൻഹെറിറ്റഡ് ബൈ ബർത്ത്, നോ ഇൻഹെറിറ്റൻസ് ബൈ ബർത്ത്. ജനനം കൊണ്ട് ഒന്നും കിട്ടുന്നില്ല. നോ എൻഫോഴ്സ്മെന്റ് ബൈ നാഷണൽ ലോ. ഒരു നാഷണൽ ലോയിലും വി ആർ നോട്ട് എൻഫോഴ്സ്ഡ്. നമ്മൾ അതിന്റെ അധീനതയിലോ അല്ലെങ്കിൽ എല്ലാം കൂടെ ചേരുന്നൊരു പ്രോബ്ലത്തിലല്ല, എല്ലാം ചേരുന്നൊരു നിയമത്തിൽ. മറിച്ച് വി ആർ ലിവിങ് ഇൻ ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് അണ്ടർ ദ ലോ ഓഫ് ലൈഫ് ആൻഡ് സ്പിരിറ്റ്. നമ്മുടെ ബന്ധം ഇന്റേണൽ അല്ല, എക്സ്റ്റേണൽ അല്ല, നമ്മുടെ ഇന്റേണൽ അല്ല. നമ്മൾ വൺ ബോഡിയാണ്. It is personal, it is spiritual, it is internal. The law of the spirit of life. There is no curse in the new covenant. Last word. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു, he was the last Adam. First Adam യേശു, last Adam ക്രിസ്തു. ശ്രദ്ധിക്കണം, there is no more Adam after Christ. ഇപ്പോഴും ആദാമിന്റെ ശാപം പോകുന്നൊക്കെ പഠിപ്പിക്കുന്നവർ നോൺസെൻസാ പഠിപ്പിക്കും. You're speaking nonsense. There is no Adam today. Jesus is the last Adam. Jesus Christ ഗലാത്യർ 3:13 ന്യായപ്രമാണത്തിന്റെ ശാപം നീക്കം വരുത്തി. എബ്രായ ലേഖനം 8:13 ഓൾഡ് കവന്റ് നീക്കം വരുത്തി. എഫേസ്യർ 2:15 പുതു മനുഷ്യനെ രംഗത്ത് കൊണ്ടുവന്നു, പുതിയ ഹ്യൂമാനിറ്റിയെ സൃഷ്ടിച്ചു. റോമാലേഖനം 8:1 എല്ലാ കണ്ടംനേഷനും നീക്കം വരുത്തി. ഒന്നുകൂടെ പറഞ്ഞു നിർത്താം. You cannot be cursed at any cost, because there is no curse in the new covenant. We are living in the blessings of God. We are living in the embrace of God. ദൈവത്തിന്റെ മഹാസ്നേഹത്തിലും കരുണയിലും ആർദ്രതയിലും വാത്സല്യത്തിലുമാണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമമിടാം. പ്രിയ ദേവദാസൻ പറഞ്ഞ 1-2 കാര്യങ്ങൾ, ഇനി 2 പ്രധാന കാര്യമുണ്ട്. അത് അടുത്ത വീഡിയോയിൽ ഞാൻ സംസാരിക്കും. നിശ്ചയമായിട്ടും നിങ്ങൾ ഈ വീഡിയോ കേൾക്കുക. എവിടെയെങ്കിലും ക്ലാരിറ്റി വരാത്തതുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും നമുക്കതിനെ വേദപുസ്തകം വെച്ച് തന്നെ തെളിവുകൾ നൽകാം. കർത്താവ് അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ ഓക്കെ, ഗോഡ് ബ്ലെസ് യു. അതുകൊണ്ട് ഇത് ഞാൻ പറഞ്ഞത് ആർക്കെങ്കിലും ഭാരമായെങ്കിൽ കർത്താവിന് നന്ദിയോടെ സ്തോത്രം. അത് ഭാരമാകണം. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.